ഹായ് ഗായ്സ്, ക്ലിബ്രോ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 നോമിനേഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നോ അതിലധികമോ മത്സരാർത്ഥികൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇപ്പോൾ സിബിൻ പുറത്തായെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം സിബിനും പൂജയും പുറത്തായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സിംഗിൾ എവിക്ഷൻ ആയിരിക്കും കാണുക. എന്നാലും നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബിഗ് ബോസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വോട്ടിങ്ങിന് കൃത്യമായ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോ ഇപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1,80,965 വോട്ട് നേടിയാണ് ജിൻഡോ 1-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുന്നത്. വളരെ വലിയൊരു മുൻതൂക്കം വോട്ടിങ്ങിന് തുടക്കം തന്നെ നേടിയ ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. 2-ാം പൊസിഷനിൽ സിബിനാണ്. സിബിൻ ഇപ്പോൾ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. സിബിൻ പുറത്തായി. സിബിൻ ഇന്ന് നാട്ടിലെത്തും എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ 99,500 വോട്ട് നേടി ഇപ്പോഴും 2-ാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 3-ാം പൊസിഷൻ അട്ടിമറി മുന്നേറ്റവുമായി ജാസ്മിൻ കയറി വന്നിട്ട് അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ജാസ്മിൻ 3-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 92,450 വോട്ട് നേടിയാണ് ജാസ്മിൻ 3-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുന്നത്. 4-ാം പൊസിഷനിലേക്ക് അഭിഷേക് തള്ളപ്പെടുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടെങ്കിലും അതിനുശേഷം വളരെ താഴ്ന്ന രീതിയിലാണ് വോട്ടിംഗ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിഷേകിൻ്റെ 92,200 വോട്ട് നേടിയാണ് അഭിഷേക് ഇപ്പോൾ 4-ാം പൊസിഷനിലേക്ക് കയറിയിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ അർജുൻ തന്നെ തുടരുകയാണ്. അർജുൻ്റെ വളരെ വലിയൊരു മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. മറ്റുള്ള മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം അർജുനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 89,700 വോട്ടാണ് അർജുന് നേടാൻ സാധിച്ചത്. വരും മണിക്കൂറുകളിൽ ഇതിനെല്ലാം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്തരത്തിലുള്ളൊരു മുന്നേറ്റമാണ് അർജുൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം പൊസിഷനിൽ സായി തന്നെയാണ് തുടരുന്നത്. സായിക്ക് യാതൊരു മാറ്റവുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വോട്ടിംഗ് മുന്നേറ്റം തന്നെയാണ് സായിയുടെ ഭാഗത്തു നിന്നുള്ളത്. 86,500 വോട്ട് നേടിയാണ് സായി ഇപ്പോൾ 6-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 7-ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. അപ്സരയ്ക്കും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരയ്ക്കും. വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. സായിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടെ 7-ാം പൊസിഷൻ സേഫാണ്. 71,245 വോട്ട് നേടിയാണ് അപ്സര 7-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി അൻസിബ കയറി വന്നിട്ടുണ്ട്. അൻസിബയ്ക്ക് ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. 60,604 വോട്ട് നേടിയാണ് അൻസിബ 8-ാം പൊസിഷൻ നോറയിൽ നിന്ന് പിടിച്ചടക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അൻസിബയും നോറയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9-ാം പൊസിഷനിൽ നോറയാണുള്ളത്. നോറ തള്ളപ്പെടുകയാണ് ചെയ്തത്. 60,507 വോട്ടാണ് നോറ കരസ്ഥമാക്കുന്നത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നോറ പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അൻസിബയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10-ാം പൊസിഷനിൽ അഭിഷേക് ജയദേവാണ്. അഭിഷേക് ജയദേവന് തീരെ വോട്ട് കുറവാണ്. ഒരു ഘട്ടത്തിൽ കയറി വന്നെങ്കിലും ഇപ്പോഴും വീണ്ടും പിന്നിലേക്ക് പോകേണ്ടി വന്നു. ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. 59,992 വോട്ടാണ് നേടിയിരിക്കുന്നത്. 11-ാം പൊസിഷനിൽ റസ്മിനാണ്. റസ്മിൻ ഇപ്പോൾ 54,645 വോട്ടാണ് നേടാൻ സാധിച്ചത്. റസ്മിൻ ഒരു ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 12-ാം പൊസിഷനിൽ നന്ദനയാണ്. നന്ദനയ്ക്കും വോട്ട് കുറവാണ്. നന്ദനയും ഡേഞ്ചർ സോണിലാണ്. ലാസ്റ്റ് നിൽക്കുന്ന 3 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ആര് പോകുന്നത്? ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 53,750 വോട്ട് നേടി 12-ാം പൊസിഷനിലാണ്. ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് റിസൾട്ട് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്. താങ്ക് യു.